ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനലിലേക്ക്. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഇന്നലെ സ്കൂളില്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഷോപ്പിംഗ് മാളിൽ പോയി. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് നിങ്ങളെ പരിചയപ്പെടുത്താനും അൺബോക്സിങ് വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇന്നലെ തന്നെ ആണ് ഞങ്ങൾ ഇത്തിരി സാധനങ്ങൾ ഇന്നലെ തന്നെ പൊളിച്ചിട്ടുണ്ടായിരുന്നു. എന്നാലും ഞങ്ങൾ പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യം തന്നെ ഞങ്ങൾ ഒരു ഹാൻഡ് വാഷ് അല്ല, നമ്മുടെ ഷാമ്പു, തലയിൽ ഒഴിക്കുന്ന ഒരു ഷാമ്പു ആണ്. ഇതിൻ്റെ ഉള്ളിൽ പർപ്പിൾ കളർ ആണെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. പിന്നെ ഫ്രണ്ട്സ്, നമ്മൾ മാമ എർത്തിൻ്റെ ഒരു ലിബാം ആട്ടോ വാങ്ങിച്ചത്, പിങ്ക് ഷെയ്ഡ്. പിന്നെ ഒരു ബ്ലൂ പേന വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. സെല്ലോടെ പേന ടെക്നോട്ടിക് പണ്ടൊക്കെ അമ്മ ഉപയോഗിച്ചിരുന്നതാണ്. അടുത്തത് ഒരു പെട്ടിയാണ് വാങ്ങിച്ചത്, എൻ്റെ സാധനങ്ങളൊക്കെ ഓർഗനൈസ് ചെയ്യാൻ വേണ്ടി. ഇതിൻ്റെ ഉള്ളിൽ 2 പെട്ടികൾ ഇനിയുണ്ട്. ഇവിടെ ഒരെണ്ണം കൂടിയുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് പാട് പുറത്ത്. ഇതാണ് ലാസ്റ്റത്തെ വണ്ണ്, ബോക്സ് ആട്ടോ. പിന്നെ നമ്മൾ വാങ്ങിച്ചത് ഫ്രണ്ട്സ് സ്റ്റാൻഡ് പോലത്തെ ഒരു കുഞ്ഞ് കിച്ചൺ സെറ്റ് ആട്ടോ. അത് നമുക്ക് ഇപ്പം അൺബോക്സ് ചെയ്യാം. ഞാൻ കത്രിക എടുക്കട്ടെ കേട്ടോ. ഞാൻ കത്രിക എടുത്തിട്ടുണ്ട്. നമുക്ക് ഇവിടെയിട്ട് മുറിച്ചേക്കാം. തോന്നുന്നത് ഇതിൻ്റെ ഉള്ളിലത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാവുന്നതാണ്. തുറന്നരുത്, പ്രയാസമൊക്കെ. തുറന്നിട്ടുണ്ട്. ആദ്യം തന്നെ നമുക്ക് ഒട്ടിക്കാൻ വേണ്ടി സ്റ്റിക്കേഴ്സ് ഒട്ടിക്കണം. പിന്നെ നമുക്ക് ഇതിൻ്റെ മുകളിൽ ഒട്ടിക്കാനുള്ള സാധനം ഇതിൻ്റെ അടിയിലാണ് നമുക്ക് സ്റ്റാൻഡാണിത്. നമുക്ക് ആ സ്റ്റിക്കർ ഒട്ടിക്കാം. ഒക്കെ നീക്കി നമുക്ക് ഇത് നോക്കി ഒട്ടിക്കുന്നതാണ് നല്ല രീതിയിൽ തോന്നുന്നു. എന്നുവെച്ചെങ്കിൽ കാണാപ്പാടെ അറിഞ്ഞുകൂടാ. ഈ സാധനം ഇവർ പറയുന്നത്, ഈ സാധനം ഇവ ഒട്ടിക്കാനാണ് ഇവർ പറയുന്നത്. എടുത്ത് നോക്കാം. ഇത് സ്റ്റിക്കി ആയിട്ടുള്ളത്. ഇതിങ്ങനെയുള്ള നമ്മൾ ഇവിടെ അങ്ങനെ ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ചും കൂടി ടൈറ്റാക്കി കൊടുക്കഴിഞ്ഞാൽ ഇതിന് നനയുമ്പോൾ ഊരിപ്പോരും. അടുത്തത് കാണിക്കും. അടുത്തത് ഈ സാധനങ്ങൾ ഉണ്ടല്ലോ, ഇതിൻ്റെ മുകളിൽ ഒട്ടിക്കേണ്ടതാണിത്. ഇതൊട്ടിച്ചേക്കാം. ഷേപ്പ് അതാണോ? അത് കറക്റ്റാണോ? ഇങ്ങനെയാണോ? ഇങ്ങനെയല്ലല്ലോ. ആണല്ലേ? അല്ലേ? അല്ലാതെ അതിൻ്റെ അപ്പുറത്തെയാണോ ഇനി അതിലിരിക്കുന്ന വേറെ ഒരെണ്ണം കണ്ട? തിരിക്കാണ്. ഇനി മറ്റേ ആ റെഡ്, വേറെ റെഡ് കളറില്ലേ, അതാണ് ഇതിലോട്ടായിരിക്കും.
കേട്ടോ ഇവിടെ ഇങ്ങനെ ഒട്ടിച്ച് വെക്കാൻ വേണ്ടി. അപ്പം അതിൻ്റെ മുകളിൽ പിക്ചർ, അതിന് മുമ്പ് നമുക്ക് ഫ്രണ്ടിൽ പിക്ചർ ഒട്ടിക്കാം. ഭയങ്കര വലിയ സ്റ്റിക്കറാട്ടോ. തൊട്ടിയാ പിന്നെ എടുക്കാൻ കുറച്ച് പാടായിരിക്കും. നല്ല ചന്തം. നമുക്ക് ബാക്ക് സൈഡിൽ ഒട്ടിക്കണം. ഇവിടെ പക്ഷെ ഇവിടെ ഇതാണ്, ഇവിടെ ഇതാണ്, ഇത് ഇവിടെ ഒട്ടിക്കാം. എങ്ങനെ ഒട്ടിക്കണ്ട്? ഇപ്പൊ ഇതിങ്ങനെയാണ് വെക്കേണ്ടത്. ഇതിങ്ങനെ അല്ലേ? ആ അങ്ങനെ കറക്റ്റ് തന്നെ. ഇനി അടുത്തത് ഇത് വരല്ല. ഇവിടെ ഒട്ടിച്ച് ഇതൊക്കെ കാണുന്നേ. അതവര് അതിലൊട്ടിക്കാൻ പറഞ്ഞിട്ടുണ്ടാവും നോക്കിയാ. ഇത് ഇതിന്റെ കറക്റ്റ് ഷേപ്പാണ്. ആണല്ലേ? ഇതും കൂടി ഉള്ളു. ഇത് ആ അതായത് ശരി. തെറ്റി തെറ്റി. ആ അങ്ങനെ അങ്ങനെ തന്നെ അങ്ങനെ തന്നെ. അയ്യോ കുറച്ച് തെറ്റിപ്പോയാ. സാരല്ല, കൂടുതൽ ഡിസൈൻസ്. അടുത്തത് ഇവിടെ ഡിസൈൻ ഇവിടെയാണ്. ഇവിടെ ഇതും മുകളിലാണ്, താഴത്തെ. കുറച്ച് ഇറക്കി ഒട്ടിക്കണം കേട്ടോ. അങ്ങനെ നമുക്ക് സാധനങ്ങൾ സെറ്റ് ചെയ്ത് വെക്കാം. ഇത് ഇങ്ങനെയാട്ടോ ഇരിക്കേണ്ടത്. ഇത് ഇനി നമ്മളിവിടെ ഫിറ്റ് ചെയ്ത് കൊടുക്കേണ്ടതാണ് ഏറ്റവും വലിയ പണി എന്ന് പറഞ്ഞു. അതിവിടെ ഫിറ്റ് ചെയ്ത് പെട്ടെന്ന് നമുക്ക് ഫിറ്റ് ചെയ്ത് ഇവിടെ തെറ്റിപ്പോയി. ആ മറച്ചാണ് ഫിറ്റ് ചെയ്ത്. അപ്പോൾ തിരിച്ചു നോക്കി. കുറച്ച് പാടുള്ള പണി. പെട്ടെന്ന് നോക്കി ഫിറ്റ് ചെയ്യും. രണ്ടും കറക്റ്റായ. നമുക്ക് ഈ രണ്ട് സാധനങ്ങൾ ഇതിൻ്റെ മുകളിൽ വെച്ചു. ശരിക്കും എൻ്റെ അല്ല കേട്ടോ, എൻ്റെ അനിയത്തിയുടെയാണ്. അനിയത്തി പുറകിലാണ്, അവൾ വിളിച്ചിട്ട് വരാത്തതുകൊണ്ട് ഞാൻ വീഡിയോ എടുക്കുന്നത്. ഈ ബ്രോക്കോളിനും കോണയുള്ള ഫുഡ്. ഒയ്യോ ഒക്കെ വീണല്ലോ. ആ അതൊന്നുകൂടി സെറ്റ് ചെയ്യും. ഞാൻ ഒട്ടിച്ചിട്ട് കാണിക്കും. ഇത് റെഡിയാക്കിയിട്ട് കാണിച്ചു തരാം. വീഡിയോ പോസ് ചെയ്യാം. അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അല്ല ഒട്ടിച്ചിട്ടല്ല, വെച്ചെടുത്തിട്ടുണ്ട്. നമുക്കിവിടെ ഹാങ് ചെയ്യാം. ഞാൻ ആദ്യം തന്നെ ഈ ഒരു കത്തിയാട്ടോ വയ്ക്കുന്നത്. ഇനി നമുക്ക് വലിയ കത്തി ഏറ്റവും വയ്ക്കാം. കൊള്ളുന്നില്ലല്ലോ. അത് അമർത്തണ്ട, അപ്പൊക്കെ വീഴുള്ളൂ. അത് ഗ്ലൂ വെച്ചിട്ട് ചെയ്യേണ്ടി വരും സ്റ്റാൻഡ് ഉറപ്പിക്കാനായിട്ട്. വീണ്ടും പറഞ്ഞു പോവാ. ആ അത് റെഡിയാക്കാം. ഗ്ലൂ വയ്ക്കാം. നമ്മൾ ഈ സാധനം ഫിറ്റ് ചെയ്യാൻ നോക്കാം കേട്ടോ. ഇതിവിടെ നമുക്ക് ഒരു ഡോട്ട്സ് ഉണ്ട്. ഇവിടെ ഈ സാധനം ഫിറ്റ് ചെയ്യാൻ. ഒന്നും കറക്റ്റ് ഫിറ്റ് അല്ലല്ലേ? ഈ ഡോട്ടൊക്കെ നമുക്ക്
വലിയതാക്കണം. ഇത് കുഞ്ഞു ഓട്ടയാണ്. അപ്പൊ അതൊന്നും കേറല്ലേ? വലിയ ഓട്ടയായിട്ടുള്ളൂ. കുറച്ച് പാടുള്ളത് ഇത് ഒട്ടുന്നില്ല. ചിലപ്പോൾ ഈ സൈഡിലായിരിക്കും ഈ സൈഡിലാണ്. ഇങ്ങനെയല്ല വയ്ക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതാണെന്ന് തോന്നുന്നു ഗ്യാസ് സ്റ്റവ് ഇതാണെന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ അടപ്പൻ. ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ അടപ്പൻ ഇതാണ്. പക്ഷെ നമുക്ക് കുക്കർ വേറൊരു കാര്യം, കുക്കറാണ്. ഇതിൻ്റെ ഈ സാധനം നമുക്ക് ഇവിടെ തൂക്കിയിടാം. അത് വേണ്ടല്ലോ, അവിടെ സ്പൂണുകളും ഇതെല്ലാം ഇടാനുള്ള സ്ഥലമല്ലേ. നമുക്ക് പാത്രങ്ങൾ ഇവിടെ ആയിട്ട് വെക്കാം. ലെഫ്റ്റ് ആയിട്ട് കിട്ടണം. ടീസ്പൂൺസ് ഈ സൈഡിലായിട്ട് വയ്ക്കാല്ലേ. നമുക്ക് 2 സ്പൂണ് ലെഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അത് നമുക്ക് തലക്കാലത്തിന് ഇപ്പം ഇവിടെ വെച്ചേക്കാം. അടുത്ത് നമുക്ക് പൈപ്പ് ഫിക്സ് ഒക്കെ കേട്ടോ. ഇതേ കിട്ടിയുള്ളൂ. ഇത് ഇവിടെയാണെന്ന് തോന്നുന്നു. പക്ഷേ കുഞ്ഞതായി പോയി. ഇത് വലിയതാ, കുഞ്ഞതായി പോയി. അപ്പം ജസ്റ്റ് അവിടെ വെച്ചോ. ഇരിക്കില്ല അല്ലേ? ഇരിക്കുന്നില്ല. അപ്പോൾ ഇവിടെ വെച്ചേക്കാം. പക്ഷേ അത് ഊരിപ്പോയില്ല. ഇരിക്കുന്നില്ല. ഇനി നമുക്ക് അടുത്ത പണിക്ക് പോവാം. അത് അവിടെ ഇരിക്കും. ഇത് എത്ര പ്രൈസ് ഇതിന് അറിയോ? 399. വെറും ഇത്ര സാധനം കിട്ടിയാണോ? ഞാൻ വിചാരിച്ചു എൻ്റെ ഉള്ളിൽ കുറേ സാധനം ഉണ്ടാവും, പക്ഷെ ഉണ്ടായില്ല. ഇത് നമ്മുടെ ലാസ്റ്റ് സാധനമാണ് കേട്ടോ നമ്മൾ വാങ്ങിച്ചത്. ഇനി കാണിക്കാൻ പോകുന്നത് ബോട്ട്സ്. ഇത് ഞാൻ സ്കൂളിലേക്ക് കൊണ്ടുപോവാണ് ബോട്ട്സ് ആട്ടോ. ഇത് നമുക്ക് ഇങ്ങനെ ബാസ്കറ്റ് ബോളാട്ടോ. ഇങ്ങനെ നമുക്ക് കളിക്കാനും ചെയ്യാൻ പറ്റും. പിന്നെ ഇത് ലോക്കാട്ടോ, ലോക്കുള്ള ബോട്ട്സും കൂടിയാണ്. ഞാൻ കാണിച്ചു തരാം ഇതെങ്ങനെയാണ്. ഇതാണ് ബോട്ട്സ്. അപ്പോൾ ഇത് നമുക്ക് ഇതിപ്പോൾ ഈ ബോൾ ഇവിടെ വരാണെങ്കിൽ ഇത് നമുക്ക് ഇങ്ങനെ വലിച്ചിട്ട് ഒറ്റ അടി അടിക്കുമ്പോൾ ഇത് ഇവിടെ എത്തും. ഞാൻ ഈ ഒരു സാധനങ്ങൾ റെഡിയാക്കട്ടെ കേട്ടോ. ഞാൻ കിക്ക് ചെയ്യാല്ലേ? കിക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഇവിടെ ബാസ്ക്കറ്റ് കാണിച്ചില്ല. കണ്ട 2 ബോൾ ഇതിൻ്റെ ഉള്ളിൽ വീണു. ഇതിൻ്റെ ഉള്ളിലും വീഴാൻ പറ്റും. പിന്നെ ഞാൻ ലോക്ക് എന്ന് പറയുകയാണെങ്കിൽ ഇപ്പം ഞാൻ ലോക്ക് ഇട്ടിട്ടാണ് വെച്ചേക്കണത്. ഇവിടെ ഒരു ബോർഡ് നിങ്ങൾക്ക് കാണാമല്ലേ. അപ്പോൾ ഈ ഒരു ബോർഡ് എന്ന് പറയുകയാണെങ്കിൽ ഈ 1 താഴ്ത്തേക്ക് ആക്കണം. അല്ലല്ലോ, ഇതിപ്പോൾ തുറന്നായിരിക്കണം. 235 ആണ് കോഡ്. ലോക്ക് കോഡ്. അപ്പോൾ ഇത് കറക്റ്റാണ്. ഞാൻ ലോക്ക് തുറന്നാണ് വെച്ചേക്കണത്. ഫസ്റ്റ് നമ്പർ 1 ആണ്. അപ്പോൾ ഞാൻ താഴ്ത്തേക്ക് ആക്കി. പിന്നെ 2ഉം 3 ആയിരുന്നു. അപ്പോൾ ഞാൻ 2ഉം 3ഉം മുകളിലേക്കാക്കി. 4 ഉണ്ടായില്ലായിരുന്നു. അപ്പോൾ ഞാൻ താഴ്ത്തേക്ക് ആക്കി. 5 ഉണ്ടായിരുന്നു. അപ്പോൾ മുകളിലേക്കാക്കി. പിന്നെ 6 ഉണ്ടായില്ലായിരുന്നു. അപ്പോൾ ഞാൻ താഴ്ത്തേക്കാക്കി. പിന്നെ ഇത് അങ്ങനെ ആക്കിയിട്ടും തുറക്കാൻ പറ്റൂല. വേറൊരു കാര്യം ചെയ്തിട്ടേ നമുക്ക് തുറക്കാൻ പറ്റുള്ളൂ. ഇവിടെ നമ്മളില്ലല്ലോ, ഇങ്ങനെ ആക്കിയിട്ടാണ് തുറക്കാൻ പറ്റുക. അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഫ്രീ ആയിട്ട് ഐറ്റംസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ പെൻസിൽ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടിയതാണ്. ഈ സ്കെയിൽ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടിയതാണ്. പിന്നെ നമുക്ക് ടൈം ടേബിൾ എഴുതാൻ വേണ്ടി ഒരെണ്ണം കിട്ടിയിട്ടുണ്ട്, അതും ഫ്രീയാണ്. പിന്നെ ഇതാണ് നമ്മുടെ ഇറേസർ നമുക്ക് കിട്ടിയിരിക്കുന്നത് കേട്ടോ. പിന്നെ നമുക്ക് വീണ്ടും ഇത് ഇവിടേക്ക് വയ്ക്കാം. അപ്പോൾ ഇതിപ്പോൾ ലോക്ക് ഉണ്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ കാണിച്ചത്. ഇതിപ്പം ഈ ഒരു സാധനം നമ്മൾ മൂളിക്കാക്കാം.
എന്നിട്ട് ഈ 2 താഴ്ത്തിക്ക് ആക്കാം. 3 മുകളിൽ തന്നെ ഇരിക്കട്ടെ. 4 മുകളിലേക്ക് ആക്കാം. 5 താഴ്ത്തിക്ക് ആക്കാം. അല്ല എല്ലാ കിടന്നില്ല ഏതെങ്കിലും ഒരെണ്ണം താഴ്ത്തോട്ട് അതാക്കിയാൽ മതി. എന്നാലും എനിക്ക് ഇങ്ങനെ ആട്ടോ ലോക്കാക്കണം ഇഷ്ടം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.